താറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിധിയും സുധീഷും ഹരീഷും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അവിടെ ഗായത്രി ഉണ്ടാകും. ഗായത്രിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ് നികേഷ്. അങ്ങനെ നികേഷ് ഗായത്രിയുടെ അടുത്തോട്ടേക്ക് ചെന്ന ശേഷം ഗായത്രിയോട് നികേഷ് ചോദിക്കുന്നുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി ആ സുഖമാണെന്ന് പറയുകയാണ്. ആ സമയത്ത് നിധിയും സുധീഷും ഇങ്ങനെ കുറച്ചപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുകയായിരിക്കും. അങ്ങനെ ഗായത്രി ഇടയ്ക്ക് അവരെയും നോക്കുന്നുണ്ടാകും, എന്നിട്ട് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണ് ഗായത്രിയോട്. അപ്പോഴാണ് ഗായത്രി നികേഷിനോട് പറയുന്നുണ്ട്, എനിക്ക് നികേഷിൻ്റെ ഏട്ടൻ്റെ നമ്പർ ഒന്ന് വേണം എന്ന് പറയുകയാണ്. അത് കേട്ട നികേഷ് ആകെ തരിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഏട്ടൻ്റെ നമ്പറോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും അതെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും സുധീഷിൻ്റെയും നിധിയുടെയും അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുധീഷ് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ അവൾ പറഞ്ഞത്, നീ സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യം അവൾക്ക് എൻ്റെ ഏട്ടൻ്റെ നമ്പർ വേണം എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് ചോദിക്കും, ഏട്ടൻ്റെ നമ്പർ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നിധിയും സുധീഷും ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയും, ചിരിക്കല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നികേഷ് പറയും, ഇനി ഞാൻ കോളേജിൽ പോകുന്നില്ല, വീട്ടിലോട്ട് തിരിച്ച് പോകുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ നിധി പറയും, നിനക്ക് ഇത്ര വലിയ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നീ കോളേജിൽ പോകണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, എങ്കിൽ നീ പോകണ്ട, വാ നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും സുധീഷും വീട്ടിലോട്ട് പോകുകയാണ്. ആ സമയത്ത് ബൈക്കിൽ അവർ ഇങ്ങനെ പോകുന്ന സമയത്ത് സുധീഷ് തന്നെ നികേഷിനോട് ചോദിക്കും, എന്നാലും അവൾ നിന്നെ പറ്റിച്ചല്ലോടാ എന്ന് പറയുകയാണ്. അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ നമ്പർ കിട്ടാനും വേണ്ടിയിട്ട് അവൾ എന്നെ പരിചയപ്പെട്ടതാണെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് പറയും, നീ ഈ കാര്യം ഹരീഷിനോട് ചെന്ന് പറ എന്ന് പറയുകയാണ്. പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ ഹരീഷിൻ്റെ അടുത്തോട്ടേക്ക് പറഞ്ഞയക്കുകയാണ് സുധീഷ്. അങ്ങനെ നികേഷ് ഹരീഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗായത്രി ബസ് സ്റ്റോപ്പിൽ കണ്ട ഗായത്രി ഹരീഷേട്ടൻ്റെ നമ്പർ ചോദിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കും എൻ്റെ നമ്പറോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ അവളെ ഒന്ന് നോക്കിയതായിരുന്നു, പക്ഷേ അവൾക്ക് വേണ്ടത് ഹരീഷേട്ടനെയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നീതു ഉണ്ടാകും. അപ്പോൾ നീതു ദേഷ്യത്തോടു കൂടി നികേഷിനോട് ചോദിക്കും, ഏതവളാണടാ അത്, അവളെ എനിക്കൊന്ന് കാണിച്ചു താ, അവൾക്ക് ഞാൻ ഇപ്പം നമ്പർ കൊടുക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, അത് ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ നീതു പറയും, എങ്കിൽ എനിക്ക് ഇപ്പം തന്നെ അവളെ കാണണം, എന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും കൂട്ടി ബസ് സ്റ്റോപ്പിലോട്ട് പോകുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, വേണ്ട പോകണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നീതു പറയും, ഹരീഷ് ഇവിടെ മിണ്ടാതെ നിൽക്ക്, ഞാൻ അവളോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ആ പെൺകുട്ടിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുന്ന നീതു ചോദിക്കുന്നുണ്ട്, ആരുടെ നമ്പറാണ് നിനക്ക് വേണ്ടത്, ഇവൻ്റെ ഏട്ടൻ്റെ നമ്പറാണോ എന്ന് ചോദിക്കുകയാണ് നീതു ഗായത്രിയോട്. ആ സമയത്ത് ഗായത്രി പറയും, അതെ, എനിക്ക് നികേഷിൻ്റെ ഏട്ടൻ്റെ നമ്പറാണ് വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി നീതു പറയും, നിനക്ക് ഞാൻ തരാടി നികേഷിൻ്റെ ഏട്ടൻ്റെ നമ്പർ, നിനക്കെന്തിനാടി അവൻ്റെ ഏട്ടൻ്റെ നമ്പർ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും, എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ്. ആ സമയത്ത് നീതു പറയും, അയാളെ നീ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടണ്ട, അയാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗായത്രിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹരീഷ് വരുന്നത്. അപ്പോൾ നീതുവും ഗായത്രിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിരിക്കും. അങ്ങനെ ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട്, വേണ്ട നീതു, വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടു കൂടി നീതു ഹരീഷിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവനെ വേണോടി ചോദിക്കുകയാണ്. സമയത്ത് അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഗായത്രി. ഇത് ആരാണെന്ന് ചോദിക്കുകയാണ് നീതുവിനോട് ഗായത്രി. ആ സമയത്ത് നീയല്ലേ നികേഷിനോട് ചോദിച്ചത് ഇവൻ്റെ ചേട്ടൻ്റെ നമ്പർ, ഇത് ഇവൻ്റെ ചേട്ടനാണെന്ന് പറയുകയാണ്.
എനിക്ക് ഈ ചേട്ടൻ്റെ നമ്പറല്ല വേണ്ടത്. നികേഷിന് വേറൊരു ചേട്ടനുണ്ടല്ലോ, ഒരു കാറൊക്കെ ഓടിക്കുന്ന ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏട്ടന്. എനിക്ക് ആ ഏട്ടൻ്റെ നമ്പറാണ് വേണ്ടതെന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, സുധീഷ് ഏട്ടൻ്റെ നമ്പറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയും, അതെ സുധീഷ്, അത് അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ബസ് സ്റ്റോപ്പിൽ നികേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, എനിക്ക് അയാളുടെ നമ്പറാണ് വേണ്ടതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നീതുവിന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നീതു ഗായത്രിനോട് പറയുന്നുണ്ട്, ഞാൻ മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ഞാൻ ഹരീഷിനെയാണ് മോള് ഇഷ്ടം എന്ന് പറഞ്ഞതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ദേഷ്യപ്പെട്ടതെന്ന് പറയുകയാണ്. ഗായത്രി പറയും, അത് സാരമില്ല എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.